വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് വിഷ്ണു ആണ് എന്നാണ് ആ ഒരു എപ്പിസോഡ് ലാസ്റ്റ് കാണിക്കുന്നത്. പക്ഷേ വിഷ്ണു അല്ലാതെ ശിവൻ തന്നെയാണ്. ജീപ്പ് വരുമ്പോൾ ശാലിനിക്ക് ശിവൻ ഇറങ്ങുമ്പോൾ അത് വിഷ്ണു ആയിട്ട് തോന്നുന്നതാണ്. പിന്നീട് ശരിക്കും ഞാൻ അടുത്തോട്ട് വരുമ്പോൾ ശിവനാണ് എന്നുള്ളത് ശാലിനിക്ക് അത് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ശാലിനിയെ കൊണ്ടുപോകാമെന്ന് ശിവൻ പറയുമ്പോൾ ശാലിനി അത് പിന്നെ കൂട്ടാക്കുന്നില്ല. പക്ഷെ അവിടെ സമയത്ത് എത്തണം എന്നുള്ളത് കൊണ്ട് അവസാനം രാമേട്ടനും കൂടി പറയുമ്പോൾ ശാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ ജീപ്പിൽ ശിവനോടൊപ്പം പോവുകയാണ് ചെയ്യുന്നത്. അവിടെയാണെങ്കിൽ പ്രോഗ്രാമിന് എല്ലാവരുമൊക്കെ കാത്തു നിൽക്കുകയാണെന്ന് തോന്നുന്നു. അവിടെ ചെല്ലുമ്പോൾ സമയം താമസിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാണുന്നില്ല. പക്ഷേ ശിവൻ്റെ കൂടെ വിഷ്ണുവിൻ്റെ ജീപ്പിൽ ശാലിനി ചെന്നിറങ്ങുന്നത് അവിടെ ജോൺ അബ്രഹാം കാണുന്നുണ്ട്. പിന്നെ ആ ഒരു മുൻപാണെങ്കിൽ ഒരു യൂട്യൂബിലെ ചാനൽ തട്ടുകടയിൽ വെച്ച് ശിവനും പിന്നെ ശാലിനിയും കൂടിയുള്ള ഒരു വീഡിയോ ജോൺ അബ്രഹാം കൊടുത്തിട്ട് ഒരു ചാനലിലിട്ട് അയാളെ ശാലിനി കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുക ചെയ്തല്ലോ. അയാളും അവിടെ അന്നേരം ഉണ്ടായിരുന്നു. അന്നേരമാണെങ്കിൽ ഈ ജോൺ ആണെങ്കിൽ ശിവനും ശാലിനിയും കൂടി ഇങ്ങനെ വന്നിറങ്ങുന്നത് കണ്ടിട്ട് ഇയാളോട് റിപ്പോർട്ടറല്ല യൂട്യൂബ് ചാനലുകാരനോട് പറയുന്നുണ്ട്, നിനക്ക് പക വീട്ടാൻ പ്രതികാരം ചെയ്യാനായിട്ട് ഒരു അവസരം കൂടി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ കളക്ടറാണെങ്കിൽ ഒഫീഷ്യൽ വണ്ടി പോലും ഉപയോഗിക്കാതെ റവന്യൂ മിനിസ്റ്ററുടെ പ്രോഗ്രാമിനെ പോലും അവഗണിച്ചുകൊണ്ട് പിന്നെ കാമുകനുമൊത്തുള്ള അഴിഞ്ഞാട്ടം എന്നിങ്ങനെ പറഞ്ഞ് ഹെഡിങ്ങൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അന്നേരം ഈ പിന്നെ ചാനലുകാരനാണെങ്കിൽ ആകെ ഇങ്ങോട്ട് സന്തോഷമാവുന്നുണ്ട്. ശാലിനി ആണെങ്കിൽ ശിവനോടൊപ്പം വന്നിട്ട് ആ ജീപ്പിൽ നിന്നും ഇറങ്ങിയുമ്പോൾ ശാലിനിക്കൊരു ഫോൺ വരുന്നുണ്ട്. ശാലിനി ആ ജീപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഫോണിൽ സംസാരിക്കുകയാണ്. ശിവനാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡ്രൈവർ എന്ന പോലെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വണ്ടിയുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഉടുപ്പിലൊക്കെ തൂക്കിയിട്ടിട്ട് കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് ശിവനാണെങ്കിൽ. അന്നേരം ശാലിനി അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം ഈ ചാനലുകാരനാണെങ്കിൽ അവരറിയാതെ ഇത് മൊബൈലിൽ എടുക്കുകയാണ് ചെയ്യുന്നത്, വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ ശിവൻ അവിടെ ജീപ്പിനടുത്ത് നിൽക്കുന്നതും ശാലിനി ഇങ്ങനെ ഫോണിൽ സംസാരിച്ചതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ ആ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരത്തെ ADM പറഞ്ഞതുപോലെ കാമുകനുമായിട്ടുള്ള അഴിഞ്ഞാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെ അറിയുന്നില്ല. അതിനുശേഷമാണെങ്കിൽ ഈ വീഡിയോ അവിടെ യോഹന്നാനാണെങ്കിൽ കാണുകയാണ് ചെയ്യുന്നത്. ഇനി ഡേവിസ് കൊണ്ട് കാണിക്കുന്നതാണോ എന്ന് അറിയത്തില്ല. ഡേവിസ് അടുത്തുണ്ട്, എൽസമ്മയുണ്ട്, ഡെയ്സിയുമുണ്ട്. യോഹന്നാൻ ഇങ്ങനെ അവിടെ ഇരുന്ന സെറ്റിലിരുന്ന് കാണുകയാണ്. കൈയൊക്കെ ഇങ്ങനെ ബാഗ് വെച്ച് കെട്ടിയിരിക്കുക തന്നെയാണ്. അന്നേരം പെട്ടെന്ന് ഡെയ്സിയും കാണിക്കുന്നുണ്ട്. അന്നേരം ഡെയ്സി ഇത് കണ്ട് അന്നവിടെ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ചാനലുകാരാണെങ്കിൽ ഒരുപാട് പറഞ്ഞ് ഇങ്ങനെ പൊലിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. അതും കൂടി കേൾക്കുമ്പോൾ ഡെയ്സിയുടെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഷോക്കായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഡേവിസ് കയറ്റുന്നുണ്ട്. കൈവിട്ടു പോയി മോളെ, എല്ലാം കൈവിട്ടു പോയി എന്നുകൂടെ ഇങ്ങനെ പറയുമ്പോൾ ഡേയ്സി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പോൾ നേരത്തെ ആ ഒരു ചാനലുകാരന് താക്കീത് കൊടുത്തതാണ് ശാലിനി ആണെങ്കിൽ. അപ്പോൾ ഇതും കൂടി ആവുമ്പോൾ ഇനി മിക്കവാറും അയാളെ പൂട്ടിക്കും. അത് മിക്കവാറും ശാലിനി ആയിരിക്കില്ല, ശിവൻ്റെ കയ്യിൽ നിന്നായിരിക്കും അയാൾ അടി വാങ്ങാനായിട്ട് പോകുന്നത്. അതൊക്കെ ഇനി അടുത്തടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കാണാം. ഇതിന് എന്ത് പ്രശ്നം വരെ എത്തും എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.